ആലപ്പുഴ ജില്ലയുടെ വികസനം സാധ്യമാക്കിയത് ഇടതുപക്ഷം മാത്രമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴ ബൈപ്പാസ് അടക്കം സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു. CPM ആലപ്പുഴ ആശ്രമം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നമ്മുടെ പാർട്ടി എത്ര പ്രതിസന്ധികളെയാണ് കടന്നത്. പുന്നപ്രവയലാർ സമരം മുതൽ എടുത്ത ചരിത്രങ്ങളിലൂടെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ആലപ്പുഴ ജില്ലയിൽ 12 സഖാക്കൾ ഈ ആലപ്പുഴ ജില്ലയിൽ പോലീസിന്റെ ആക്രമണത്തിന് ഗുണ്ടകളുടെ ആക്രമണ വിധേയമായി രക്തസാക്ഷികളായ നാടാണ് ഈ ആലപ്പുഴ. ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ജന്മം കൊടുത്ത നിങ്ങളുടെ നാട് ഈ ആലപ്പുഴ. ജോലിസ്ഥിരതയ്ക്ക് വേണ്ടി, കൂലിക്ക് വേണ്ടി, പട്ടിണി മാറ്റാൻ ഈ നാട്ടിൽ പൊരുതിയ ഒരു മഹത്തായ പാരമ്പര്യമുള്ള പാർട്ടി. ആലപ്പുഴയുടെ വികസനത്തിൽ എല്ലാം ചെയ്ത പ്രസ്ഥാനം. ഏതെങ്കിലും ഒരു കാര്യം UDF-നോ വലതുപക്ഷത്തിനോ പറയാൻ പറ്റുമോ? ബഹുമാന്യായ ആന്റണി സാറും ബഹുമാന്യായ വയലാർ രവി സാറും KC വേണുഗോപാൽ അടക്കം മന്ത്രിമാരായിരുന്ന ജില്ലയിൽ 1 രൂപയുടെ വികസനം നടത്തിയോ? ആലപ്പുഴ ബൈപ്പാസ് ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ടല്ലേ ഗവൺമെന്റ് വന്ന MP ആയിരുന്ന ആരിഫിന്റെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടല്ലേ അത് യാഥാർത്ഥ്യമായത്? CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ആശ്രമം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളാത്തുവാട് തടിക്കൽ ഭവനത്തിൽ ലൈലയ്ക്ക് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം VB അശോകൻ, ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, CPIM ഏരിയ സെക്രട്ടറി അജയ സുധീന്ദ്രൻ, D സുധീഷ്, K സോമനാഥ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യരംഗത്ത് കേരളത്തിന് ആർജിക്കാൻ കഴിഞ്ഞ പുരോഗതിയുടെ ഫലമായാണ് നിപ്പ പോലുള്ള മഹാമാരികളെ പിടിച്ചുകെട്ടാൻ സാധിച്ചതെന്ന് PP ചിത്തരഞ്ജൻ MLA. ആലപ്പുഴ നഗരസഭ പവർ ഹൌസ് വാർഡിൽ നിർമ്മിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. മെഡിക്കൽ കോളേജോ ജനറൽ ആശുപത്രിയോ താലൂക്ക് ആശുപത്രിയോ ഒക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തുമ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും താഴെ നിലവാരത്തിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മുകളിലോട്ടുള്ള ഒരു 2-3 തട്ട് അതുണ്ട് വേറെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളടക്കം. അതുപോലെ തന്നെയാണ് സ്വകാര്യ മേഖലയും. അതൊരു പങ്കുവഹിക്കുന്നതാണ്. അത് കാശ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരും കൂടെ ചേരുന്നതാണ് നമ്മുടെ ആരോഗ്യരംഗം. ഇതെന്താ നമുക്ക് അഭിമാനകരമായി കേരളത്തിന് ഇപ്പോൾ ഏറ്റവും അവസാനത്തൊരു നിപ്പ വന്നു. ആ നിപ്പ നമുക്കാകെ ഒരു നഷ്ടമാണ് ഉണ്ടായത്. ആ നഷ്ടവും മറ്റേ നഷ്ടം തന്നെയാണ്. മലപ്പുറത്തെ നല്ല ഒരു കുഞ്ഞ്, നല്ല ഫുട്ബോൾ കേരളത്തിൻ്റെ ഒരു വലിയ കളിക്കാരനായി വരേണ്ടിയിരുന്ന കുഞ്ഞാണ്. പക്ഷേ ലോകത്ത് പലരും പറഞ്ഞത് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന ആരോഗ്യ വിദഗ്ധർ പോലും പറഞ്ഞത്. നമ്മുടെ ഈ രംഗത്ത്, ആരോഗ്യരംഗത്ത് നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞ വലിയ പുരോഗതിയുടെയും വളർച്ചയുടെയും ഫലമായിട്ടാണ് അതിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിഞ്ഞത്. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S കവിത മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ സെക്രട്ടറി AM മുംതാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR പ്രേം, നസീർ പുന്നയ്ക്കൽ, വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. പാവങ്ങൾക്കായി തന്റെ ജീവിതം സമർപ്പിച്ച മദർ തെരേസയുടെ 114ാം ജന്മദിനം തലവടി ആനപ്രമ്പാൽ സ്നേഹഭവനിൽ അഗതി ദിനമായി ആചരിച്ചു. തിങ്കളാഴ്ച രാവിലെ 11-ന് നടന്ന ചടങ്ങ് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. കൊൽക്കത്തയിലെ രോഗികളും അനാഥരും പാവപ്പെട്ടവരുമായി അവരുടെ ഇടയിൽ മദർ പ്രവർത്തിച്ചു. അതുപോലെ മദർ അപ്പോൾ പറയാറുണ്ടായിരുന്നു, ഞാൻ ജന്മം കൊണ്ട് അൽബേനിയനും പൗരത്വം കൊണ്ട് ഇന്ത്യക്കാരിയും, എന്നാൽ ജീവിതം
കത്തോലിക്ക സന്യാസിനിയുമായിരുന്നു എന്ന് പല പ്രാവശ്യവും അത് പറയുമായിരുന്നു. അതാണ് നമുക്കറിയാം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ അംഗീകാരമായി മദറിന് ഒരുപാട് ബഹുമതികൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് 114ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ മദറിന്റെ ആ പുണ്യ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മദറിന്റെ എല്ലാ ഈ ജന്മദിന ആശംസകളും അർപ്പിക്കുകയാണ്. എടത്വ സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ എം അൻവർ മധുര വിതരണം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗായത്രി ബി നായർ, ലിജി വർഗീസ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ഈപ്പൻ, അജിത് കുമാർ പിഷാരത്, സ്നേഹഭവൻ സെക്രട്ടറി ജോണിക്കുട്ടി തുരുത്തേൽ, ട്രഷറർ ഔസേപ്പ് വർഗീസ് എന്നിവർ സംസാരിച്ചു. ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച ആശുപത്രിക്ക് അർഹതയ്ക്കുള്ള അംഗീകാരമായി 1ാം സ്ഥാനം ലഭിച്ചു. ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനായി ആരോഗ്യ സേവനം നൽകിയതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് ആലപ്പുഴ ജില്ലയിൽ 1ാം റാങ്ക് ലഭിച്ചത്. ജില്ലയിലെ പ്രധാനപ്പെട്ട പല ആശുപത്രികളിലും ഇ ഹെൽത്ത് നടപ്പാക്കിയിട്ടില്ല. എന്നാൽ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്ന ഇ ഹെൽത്ത് നടപ്പാക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു. OP ടിക്കറ്റ് എടുക്കുന്നത് തുടങ്ങി ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുന്നതുവരെയുള്ള എല്ലാ സേവനങ്ങളും ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടപ്പാക്കിയിരുന്നു. ഇവിടെ എത്തുന്ന രോഗികളുടെ പൂർണ്ണമായ വിവരം പ്രത്യേക ബുക്കിലും ഓൺലൈനിലുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ രോഗിയുടെയും ജീവിതശൈലി, രോഗനിയന്ത്രണം ഉൾപ്പെടെയുള്ള എല്ലാ വിവരവും ഓൺലൈനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ നാളായിട്ട് തന്നെ നമ്മൾ തന്നെയാണ് ഈ ഹെൽത്ത് തുടങ്ങിയപ്പോൾ മുതലേ ഫസ്റ്റായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ പ്രധാന മാനദണ്ഡം എന്ന് വെച്ചാൽ നമ്മുടെ സേവനങ്ങളെല്ലാം തന്നെ ഓൺലൈനാണ്, കമ്പ്യൂട്ടേഴ്സാണ്. OP ടിക്കറ്റ് എടുക്കുന്നത് മുതൽ ഡോക്ടറെ കാണാൻ വരുന്നത്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വിടും, അത് നേരെ ഫാർമസിയിൽ നിന്ന് മരുന്നും ഒപ്പം തന്നെ അതിൻ്റെ പ്രിൻറ്റഡ് പ്രിസ്ക്രിപ്ഷൻ ഫോമും കിട്ടും. നമുക്ക് ലാബിൽ വേണ്ടവരെ നമ്മുടെ ഡോക്ടർ തന്നെ ഇവിടുന്ന് ഓൺലൈനായി ലാബിലോട്ട് വിടും. ലാബിൽ റിസൾട്ട് അവിടെ ചെക്ക് ചെയ്ത് റിസൾട്ട് വരുമ്പോൾ റിസൾട്ടും ഓൺലൈനായിട്ട് അവിടുന്ന് ഡോക്ടറുടെ കമ്പ്യൂട്ടറിലോട്ട് വരും. അത് രോഗികൾക്ക് വേണമെങ്കിൽ പ്രിൻ്റായിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ ഈ സാധനം കിടക്കും. ഇത് നോക്കിയിട്ട് നമുക്ക് മരുന്നിൻ്റെ മാറ്റം വരുത്തേണ്ടതോ ചികിത്സയ്ക്ക് സഹായകരമായ രീതിയിലുള്ള റിസൾട്ടെല്ലാം തന്നെ അതിൻ്റെ ഉണ്ടാവും. പിന്നെ ഈ രോഗിക്ക് മരുന്ന് ഫാർമസിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുമെല്ലാം ഓൺലൈനായിട്ട് തന്നെ പോകുന്ന പദ്ധതിയാണ്. ഇതിലാണ് നമ്മുടെ ജില്ലയിൽ ഫസ്റ്റായിട്ട് നമ്മുടെ FSC പുറക്കാടിനെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജീവിതത്തിൽ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങളെല്ലാം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2 മെഡിക്കൽ ഓഫീസർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. പ്രതിദിനം 150നും 200നും ഇടയിൽ ആളുകളാണ് OPയിലെത്തുന്നത്. മികവിന്റെ കേന്ദ്രമായി മാറിയ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേരത്തെയും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തന ഫണ്ട് കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച ബിഗ് ബിരിയാണി ചലഞ്ച് ഹിറ്റായി. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം കോട്ടമുറി ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നാടൊരുമിച്ച് കൈകോർത്തപ്പോൾ വിറ്റഴിക്കാനായത് 3000 ബിരിയാണി പൊതികൾ. ബിരിയാണിയുടെ സ്വാദിനേക്കാൾ ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്ത സംതൃപ്തിയാണ് ഏവരുടെയും മനം നിറച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തന ഫണ്ട് കണ്ടെത്തുന്നതിനായി കോട്ടമുറി ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ബിഗ് ബിരിയാണി ചലഞ്ച് നാടേറ്റെടുത്തപ്പോൾ ബിരിയാണി വിറ്റഴിക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല. പ്രശസ്തരായ പാചക വിദഗ്ധരുടെ മേൽനോട്ടത്തിലായിരുന്നു ബിരിയാണി തയ്യാറാക്കിയത്. നാടൊരുമിച്ച് കൈകോർത്തപ്പോൾ വിറ്റഴിച്ചത് 3000 ബിരിയാണി പൊതികൾ. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN സുവർണകുമാരി ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കുകയും പായ്പാടി പോകാൻ പോവുകയാണ് അച്ഛൻ. അപ്പോൾ അച്ഛനോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനം ഏറ്റവും മഹത്തരമാണ്. ഞാൻ എപ്പോഴും എവിടെയും പറയാറുണ്ട്, വരും കാലങ്ങളിൽ ഏറ്റവും ലോകമറിയപ്പെടുന്ന ഒരു പുണ്യാത്മാവായി വരുമ്പോൾ നമ്മുടെ തലമുറയെങ്കിലും പറയും ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുള്ള ആളാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. വിവിധ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ബിരിയാണി ആശാഭവൻ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി ഏറ്റുവാങ്ങി. മർസൽ ഹുദ എഡ്യൂക്കേഷണൽ ജനറൽ സെക്രട്ടറി റഫീഖ് അഹമ്മദ് സഖാഫി വീടുകളിലേക്കുള്ള ബിരിയാണി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS സാനില, S ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. തൃക്കൊടിത്താനം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വീടുകൾക്ക് പുറമെ കുന്നന്താനം ബാലഭവൻ, ചെത്തിപ്പുഴ മേഴ്സി ഹോം, സെന്റ് വിൻസെന്റ് അഗതി മന്ദിരം, പുതുജീവൻ നാലുകോടി, ഇത്തിത്താനം ആശാഭവൻ, മദ്ദുൽ അഗതി മന്ദിരം, വർക്കസ് റൈഹൻ വാലി, കൊടിനാട്ടുംകുന്ന് മേഴ്സി ഹോം എന്നിവിടങ്ങളിലും ബിരിയാണി വിതരണം ചെയ്തു. സൊസൈറ്റി കൺവീനർ ജോർജ് വർഗീസ്, പ്രസിഡന്റ് PG മുരളീധരൻ നായർ, സെക്രട്ടറി സണ്ണി ജോസഫ്, ട്രഷറർ KD വർഗീസ്, സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി.
ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച നഗര ഗ്രാമപ്രദേശങ്ങളിൽ നടന്ന ശോഭയാത്രകൾ വർണ്ണാഭമായി. ജയന്തി ദിനമായ തിങ്കളാഴ്ച രാവിലെ നടന്ന ഉറിയടി ഘോഷയാത്രയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. രാവിലെ അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ഉറിയടി ഘോഷയാത്ര പുറപ്പെട്ടു. തുടർന്ന് അമ്പലപ്പുഴ ജംഗ്ഷനിലും ഉറിയടി നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഉറിയടി ഘോഷയാത്ര അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സമാപിച്ചത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ശ്രീകൃഷ്ണ ഭക്തരാണ് ഉറിയടി ഘോഷയാത്രയിൽ പങ്കുചേർന്നത്. തലപടിയിലെ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് ആരംഭിച്ച ശോഭയാത്ര പനയന്നൂർക്കാവ് ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം നീരേറ്റുപുറം ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. മുട്ടാർ അമ്പാടി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര മുട്ടാർ പാറയിൽ ശ്രീ പഞ്ചഭൂതേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ ശോഭയാത്ര കൂട്ടുമ്മേൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് സമാപിച്ചത്. മങ്കൊമ്പ് തെക്കേക്കര ശ്രീദുർഗ ബാലഗോകുലത്തിന്റെയും ഒന്നാങ്കര ശ്രീ ഹനുമാൻ ബാലഗോകുലത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശോഭയാത്ര വൈകിട്ട് 4-ന് പുല്ലമ്പില ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചു. തെക്കേക്കരയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ശോഭയാത്ര എത്തിച്ചേർന്ന ശേഷം ഉറിയടി ഉത്സവം നടന്നു. ഒന്നാങ്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര സമാപിച്ചത്. കോൺഗ്രസ് പ്രവർത്തകനും രാമഗിരി സ്വദേശിയുമായ AK ഷംസുദ്ദീന്റെ ചികിത്സാ സഹായത്തിനായി സമാഹരിച്ച തുക കഴിഞ്ഞ ദിവസം കൈമാറി. ആദ്യ ഗഡുവായ 1 ലക്ഷം രൂപയുടെ ചെക്ക് ഷംസുദ്ദീന്റെ ഭാര്യ വത്സമ്മയ്ക്ക് കുട്ടനാടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VN വിശ്വംഭരൻ ഭവനത്തിലെത്തിയാണ് കൈമാറിയത്. കോൺഗ്രസ് രാമഗിരി മണ്ഡലം പ്രസിഡന്റ്, മാനവ സംസ്കൃതി കുട്ടനാട് താലൂക്ക് സെക്രട്ടറി, രാമഗിരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരവെയാണ് AK ഷംസുദ്ദീന് പക്ഷാഘാതമുണ്ടായത്. ഷംസുദ്ദീന്റെ ചികിത്സയ്ക്കായി കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും സുമനസ്സുകളിൽ നിന്നും സമാഹരിച്ച സഹായ ഫണ്ടിന്റെ ആദ്യ ഗഡുവായ 1 ലക്ഷം രൂപയുടെ ചെക്കാണ് കുടുംബത്തിന് കൈമാറിയത്. ഫിസിയോതെറാപ്പി ചികിത്സയ്ക്കായി മുമ്പ് 15,000 രൂപ കൊടുത്തിരുന്നു. കഴിഞ്ഞ ജനുവരി 28-ാം തീയതി സ്ട്രോക്ക് ഉണ്ടായി. തലയ്ക്ക് ഓപ്പറേഷനൊക്കെ നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് തലയ്ക്ക് ഓപ്പറേഷനൊക്കെ നടത്തി. അതിനുശേഷം വീട്ടിൽ വന്ന് ഈ 5-6 മാസക്കാലമായിട്ട് അദ്ദേഹം ശയ്യാവലംബിയായി കിടക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരും സുമനസ്സുകളിൽ നിന്നും സമാഹരിച്ച ഒരു തുക അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ ഏൽപ്പിക്കാനുള്ള ഒരു ചടങ്ങായിരുന്നു ഇന്ന് നടന്നത്. ഇത് എൻ്റെ ആദ്യ ഘട്ടമാണ്. രണ്ടാം ഘട്ടമായിട്ട് കോൺഗ്രസിൻ്റെ മറ്റ് ആൾക്കാരെയും കൂടെ ഈ മെസ്സേജ് എത്തിച്ച് കുടുംബത്തിന് സഹായമായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നതാണ്. ചടങ്ങിൽ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്, ജനറൽ സെക്രട്ടറിമാരായ JT റാംസെ, പ്രതാപൻ പറവേലി, കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്, UDF കൺവീനർ ജോസഫ് ചേക്കോടൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ബ്ലസ്റ്റൻ തോമസ്, G സൂരജ്, ജോൺ C ടിറ്റോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. BJP കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ശില്പശാല നടത്തി. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ ഈ മുന്നണികൾക്ക് ബദലായി ഫലപ്രദമായ ശരിയായ ഒരു ബദൽ ആയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ ഈ പൊതുസമൂഹം നോക്കിക്കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം വളരെ ഉണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ BJPയും ജനങ്ങൾ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ 50 ലക്ഷം വരുന്ന പുതിയ അംഗങ്ങളെ പ്രാഥമിക അംഗത്വത്തിൽ ചേർത്തുകൊണ്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്ന ഈ ജനവിഭാഗത്തിന്റെ മുമ്പിൽ വലിയ പ്രതീക്ഷകളുമായി
നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കാൻ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നമുക്ക് ആലപ്പുഴയിലെ നിരവധി പഞ്ചായത്തുകൾ CPM കോൺഗ്രസും ഒരുമിച്ചാണ് ഭരിക്കുന്നത്. രാമങ്കരി അടക്കം അങ്ങനെ, കോടന്തുരത്തിലും അങ്ങ് പാടനാടും തിരുവനന്തപുരവും ചെന്നിത്തലയും അടക്കമുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇത് CPM കോൺഗ്രസും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി ഒരുമിച്ച് ഭരിക്കുമ്പോൾ ഈ മുന്നണികളുടെ ഈ അവിശുദ്ധ ബാന്ധവത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ജനസമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കണം. രാമങ്കരി മിൽമ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BJP മണ്ഡലം പ്രസിഡന്റ് വിനോദ് G മഠത്തിൽ അധ്യക്ഷനായി. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിശദീകരണവും മുഖ്യപ്രഭാഷണവും ജില്ലാ സെക്രട്ടറി സജു ഇടക്കല്ലിൽ നിർവഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ KS അഭിജിത്ത്, സുഭാഷ് പറമ്പിശ്ശേരി, മാത്യു ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ RP സുരേഷ്, ശോഭന കുമാരി, വിധു പ്രസാദ്, സെക്രട്ടറിമാരായ ശശികല സുനിൽ, MJ ഓമനക്കുട്ടൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് D പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 25,000 പേരെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വഴി അംഗങ്ങളാക്കാനാണ് തീരുമാനം. AC റോഡിൽ പള്ളാത്തുരുത്തി പാലത്തിന്റെ എൻഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾ ചൊവ്വാഴ്ച രാത്രി 7 മുതൽ ബുധനാഴ്ച രാവിലെ 7 വരെ നടക്കും. ഈ സമയം ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതായി AC റോഡ് പ്രോജക്ട് ടീം അറിയിച്ചു. വലിയ വാഹനങ്ങൾ പൂപ്പള്ളി, ചമ്പക്കുളം, SN കവല വഴി കടന്നുപോകേണ്ടതാണ്. ചെമ്മീൻ പീലിംഗ് തൊഴിലാളികൾക്ക് നിയമാനുസൃതം അംഗീകരിച്ചിട്ടുള്ള ബോണസ് ഈ ഓണക്കാലത്ത് തന്നെ നൽകണമെന്ന് AUTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി VK സദാനന്ദൻ. ഓൾ ഇന്ത്യ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെന്റർ ആലപ്പുഴ ജില്ലാ സമ്മേളനം നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലേബർ കോഡിനെതിരെ അഖിലേന്ത്യാ തലത്തിലുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംയുക്ത വേദിയുണ്ട്, നമുക്കറിയാം, സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ വേദി. ആ വേദിയിൽ എൻ്റെ ഒരു പ്രധാന ഡിമാൻഡ് എപ്പോഴും 10-22 ഡിമാൻഡ് ഉണ്ട്. അതിൽ പ്രധാന ഡിമാൻഡാണ് ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നത്. അതും വെച്ച് സമരം നടത്തുന്നതിൽ ഈ സംസ്ഥാനത്തെ മിനിസ്റ്റർ ശിവൻകുട്ടി മുൻപന്തിയിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ സമരങ്ങളുടെയും നായകസ്ഥാനത്ത് അദ്ദേഹമാണ് ലേബർ മിനിസ്റ്റർ. ആ മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ ലേബർ കോഡുകൾക്ക് സംസ്ഥാന റൂൾസ് ഉണ്ടാക്കി അയച്ചു കൊടുക്കും. നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാ യൂണിയനുകൾക്കും അത് കൊടുക്കും. നമ്മുടെ കയ്യിലുണ്ട് 4 കോഡുകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന റൂൾസ്. അപ്പം മനസ്സിലാവുക സ്ഥിതി എന്താണെന്ന്. ലേബർ കോഡുകൾക്കെതിരെ സംസാരിക്കുന്ന ഈ യൂണിയൻ നേതാക്കന്മാർ എന്താണ് അവരുടെ അധികാര സ്ഥാനങ്ങളിൽ അവർ കയറി പറ്റുമ്പോൾ ചെയ്തത്? ഇതാണ് സ്ഥിതി. AUTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. സീതിലാൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KR ശശി അധ്യക്ഷനായിരുന്നു. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MA ബിന്ദു, AUTUC ജില്ലാ സെക്രട്ടറി PR സതീശൻ എന്നിവർ സംസാരിച്ചു. പായിപ്പാട് ഗ്രാമപഞ്ചായത്തും പ്രത്യാശ ചങ്ങനാശ്ശേരിയും ചേർന്ന് പഞ്ചായത്തിലെ 3 രോഗികൾക്കായി കാരുണ്യസ്പർശം എന്ന പേരിൽ പൊതുധനസമാഹരണം നടത്തി. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ നടത്തിയ ധനസമാഹരണത്തിലൂടെ കണ്ടെത്തിയത് 30 ലക്ഷത്തോളം രൂപയാണ്. ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച പണം പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനായി ജനറൽ കൺവീനർ ജോഷി കൊല്ലാപുരത്തിന് കൈമാറി. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രത്യാശ പ്രവർത്തകൻ ടോണി പുളിക്കൻ, ബ്ലോക്ക് മെമ്പർ ടീന റോബി, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എബി വർഗീസ്, പ്രതിപക്ഷ നേതാവ് ജെയിംസ് വേഷ്ണാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വാർഡ് കൺവീനർമാർ, സ്ക്വാഡ് കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. 16 വാർഡുകളിൽ 60 സ്ക്വാഡുകളിലായി 2000-ഓളം ജീവകാരുണ്യ പ്രവർത്തകർ പൊതുധനസമാഹരണത്തിൽ പങ്കെടുത്തു. നർത്തകിയും നൃത്താധ്യാപികയും നാടക, ബാലെ, ചലച്ചിത്ര അഭിനേത്രിയുമായ അമൃതം ഗോപിനാഥിന്റെ 7.5 പതിറ്റാണ്ടു നീളുന്ന കലാജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി ജീവചരിത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. 13 വയസ്സ് തൊട്ട് തുടങ്ങിയ അമ്മയുടെ നൃത്ത പാരമ്പര്യം അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു പുസ്തകം ഈ ബുധനാഴ്ച 28-ാം തീയതി പ്രകാശനം ചെയ്യുകയാണ്. പ്രകാശനം ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ബഹുമാനിയായ
ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡമാണ്. അദ്ദേഹം തന്നെ തന്ന ഒരു തീയതിയാണിത്. അത് അദ്ദേഹം വരാനുള്ള കാരണമെന്ന് പറയുന്നത്, അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അമ്മയെ ആദ്യം വിളിക്കുകയായിരുന്നു. അമ്മയുടെ ഒരു 9ാം ക്ലാസ് തൊട്ട് അമ്മയുടെ നൃത്തത്തിൽ അമ്മയുടെ ശിഷ്യയും കൂടിയായിരുന്നു വീണ ജോർജ് മാഡം. അമൃതം ഗമയ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ ആദ്യ കോപ്പി മന്ത്രി വീണ ജോർജിൽ നിന്നും ജയശ്രീ സൗഭകം ഏറ്റുവാങ്ങും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിക്കും. ഗ്രന്ഥരചയിതാവും മാധ്യമപ്രവർത്തകനുമായ B ജോസുകുട്ടി പുസ്തക പരിചയം നിർവഹിക്കും. ചിക്കൂസ് ശിവൻ, ഡോക്ടർ ഷംല ഹലീമ, ആര്യാട് ഭാർഗവൻ, കാവാലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യ രമേശ് തുടങ്ങിയവർ സംസാരിക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അമൃതം ഗോപിനാഥ്, സംഗീത മേനോൻ, സന്ധ്യ രമേശ്, സബിത മേനോൻ എന്നിവർ പങ്കെടുത്തു. യുവദീപ്തിയും ഡ്രീം പ്രോജക്റ്റും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടനാട് എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ സഹകരണത്തോടെ കായൽപ്പുറം സെന്റ് ജോസഫ് പള്ളി ഹാളിലായിരുന്നു പരിപാടി. ലഹരിക്കെതിരെ യുവാക്കൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ സിവിൽ എക്സൈസ് ഓഫീസർ രണദിവെ, ഡ്രീം കോർഡിനേറ്റർ ജോർജിയ സെബാസ്റ്റ്യൻ എന്നിവർ ക്ലാസ് എടുത്തു. പള്ളി വികാരി ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാന്തടം, ഡ്രീം പ്രോജക്ട് ഡയറക്ടർ ഫാദർ ആന്റണി വയലാട്ട്, പ്രോജക്ട് കോർഡിനേറ്റർ ടോം, സിവിൽ എക്സൈസ് ഓഫീസർ ശരത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാമ്പുഴക്കരി അഞ്ചീശ്വര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഉറിയടിയും അരങ്ങേറി. ശ്രീകൃഷ്ണ ജയന്തി ദിനമായ തിങ്കളാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ കലശപൂജ, കലശാഭിഷേകം, കളഭാഭിഷേകം എന്നിവ നടന്നു. 10 നടന്ന ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു ഘോഷയാത്ര. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കാണിക്ക മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് AC റോഡ് വഴി ക്ഷേത്രത്തിലെത്തിച്ചേർന്നത്. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ND അനിയൻ, സെക്രട്ടറി N മോഹനൻ, സംഘാടക സമിതി ചെയർമാൻ M സുനുകുമാർ, കൺവീനർ മഹേഷ് മധുകുമാർ, രക്ഷാധികാരികളായ ഗോപാലകൃഷ്ണ മേനോൻ, അജിത് പ്രസാദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തലവടി മാണത്താറ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ ഭക്തിഗാനങ്ങൾ അടങ്ങുന്ന മാണത്താറ നിവാസൻ എന്ന ആൽബത്തിന്റെ ആദ്യ ഗാനം പ്രകാശനം ചെയ്തു. ദേവസ്വം മാനേജർ സുഭാഷ് മാലിച്ചിറക്കലിന് അനൂപ് നാഗപ്പൻ ഗാനമടങ്ങുന്ന CD കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. NSS കരയോഗം പ്രസിഡന്റ് B രമേശ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, മനോജ് ശർമ്മ കൽപ്പകശ്ശേരി ഇല്ലം, കരയോഗം സെക്രട്ടറി ബിനു G നായർ, ജോയിന്റ് സെക്രട്ടറി KG കുറുപ്പ്, കമ്മിറ്റി അംഗങ്ങൾ യജ്ഞാചാര്യൻ കുറിച്ചി B രാമചന്ദ്രൻ, ക്ഷേത്രം മേൽശാന്തി ജയനാരായണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. രതീഷ് ആനപ്രമ്പാൽ സംവിധാനം നിർവഹിച്ച ആൽബത്തിൽ കുമാരി വൈഗാലക്ഷ്മി ആദ്യ ഗാനം ആലപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ പാട്ടിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യും, എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു 4 വരി പാടാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാടിൻ്റെ ഒരു 4 വരി പാടാം. തിരുമാണത്താരയിൽ വാഴും നാനാരത്ന വിഭൂഷിതനേ വിശ്വാത്മക ജഗത്പതേ കരുണാനിധി സർവജ്ഞ ബാലരൂപ. രാഹുൽ വള്ളപ്പുര രചിച്ച ശ്ലോകമാലപിച്ചത് പ്രശസ്ത ഗായകൻ പ്രശാന്ത് പുതുക്കരിയാണ്. അനൂപ് നാഗപ്പനാണ് ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത്.
ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.